ഇങ്ങനെയൊരു ജീവിതം ഇനി പറ്റില്ലെന്ന് എന്റെ മകൾ എന്നോട് പറഞ്ഞു. പക്ഷേ സഹായിക്കാൻ ഞാൻ അവിടെ എത്തിയപ്പോൾ എന്നോട് അവിടുന്ന് പോകാനാണ് അവൾ പറഞ്ഞത്. എന്റെ 30 വയസ്സുള്ള മകൾ ഒരു സിംഗിൾ മദറാണ്. അവൾക്ക് ഒ.സി.ഡി. പ്രശ്നങ്ങളും എല്ലാ കാര്യങ്ങളിലും അമിതമായ കൃത്യത വേണമെന്ന നിർബന്ധവുമുണ്ട്. അവൾക്ക് ജോലി ചെയ്യാനും വ്യായാമം ചെയ്യാനുമായി എല്ലാ ആഴ്ചയും മണിക്കൂറുകളോളം ഞാൻ എന്റെ പേരക്കുട്ടിയെ നോക്കാറുണ്ട്. ഈ അടുത്ത കാലത്തായി കുത്തിവെപ്പുകൾക്ക് ശേഷം എന്റെ പേരക്കുട്ടി വളരെ അസ്വസ്ഥനായി നിലവിളിക്കുകയായിരുന്നു. ഇന്ന് അവൾ എനിക്കൊരു മെസ്സേജ് അയച്ചു, താൻ വല്ലാതെ ഭയന്നിരിക്കുകയാണെന്നും വീട് വൃത്തിയാക്കാനോ പഠിക്കാനോ കഴിയുന്നില്ലെന്നും ചുരുക്കത്തിൽ ഇങ്ങനെയൊരു ജീവിതം ഇനി പറ്റില്ല എന്നും അവൾ എഴുതി. ഞാൻ പരിഭ്രമിച്ചു. ഉടനെ ഞാൻ അങ്ങോട്ട് വരികയാണെന്ന് അവളോട് പറഞ്ഞു. പക്ഷേ ഇന്ന് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു എന്ന് പറഞ്ഞ് അവൾ വേണ്ട എന്ന് മറുപടി അയച്ചു. അവൾ മാനസികമായി തകർന്നിരിക്കുകയാണെന്നും ഇപ്പോഴും ഞാൻ വേണമെന്ന് അവൾ ആഗ്രഹിക്കുന്നുവെന്നും ഞാൻ കരുതി. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയി. ഞാൻ അവളുടെ വീടിന്റെ ഉമ്മറത്ത് എത്തിയപ്പോഴേക്കും അവൾ മെസ്സേജ് അയച്ചു, അത് നിങ്ങളാണോ? ദയവായി അകത്തേക്ക് വരരുത്. ഞാൻ സ്തബ്ധയായി പോയി. എന്നെ ഇങ്ങനെ പേടിപ്പിച്ച ശേഷം വാതിൽ അടയ്ക്കുന്നത് ശരിയല്ലെന്ന് ഞാൻ അവളോട് പറഞ്ഞു. പെട്ടെന്ന് അവൾ പൊട്ടിത്തെറിച്ചു. അവളുടെ തീരുമാനങ്ങളെ ഞാൻ മാനിക്കുന്നില്ലെന്നും ഞാൻ അവളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയാണെന്നും അവൾ എന്നെ കുറ്റപ്പെടുത്തി. ദേഷ്യം കൊണ്ട് തിളച്ചുകൂടിയ അവസ്ഥയിലായിരുന്നു ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. എന്റെ മകളെയും പേരക്കുട്ടിയെയും സഹായിക്കണമെന്നത് മാത്രമായിരുന്നു എന്റെ ആഗ്രഹം. എന്റെ മകൾ നിസ്സഹായയാണെന്ന് തോന്നിയപ്പോൾ അവളുടെ വേണ്ടെന്ന വാക്കിനെ അവഗണിച്ച ഞാൻ ശരിക്കും തെറ്റുകാരിയാണോ?